ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ഡ്രോയിങ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് രണ്ടാളും വേണം കേട്ടോ. ഒറ്റയ്ക്ക് ഡ്രോയിങ് ചലഞ്ച് നടത്തിയ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ പിറകിലായിട്ട് ഇതാ ഇതേപോലെ 2 പേപ്പർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മാർക്കർ നമുക്ക് ഇവരുടെ കയ്യിൽ കൊടുക്കാം. ഇതാണ് ഇതുപോലെ. പിന്നെ ഒന്ന് എനിക്കും വേണം കേട്ടോ. ഇതിലാണ് കളി നടക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതാ 3 രഹസ്യ ചിത്രങ്ങളുണ്ട്. ഇത് ഇവർ കാണാൻ പാടില്ല കേട്ടോ. സംഭവം 3ഉം സിമ്പിൾ ചിത്രങ്ങളാണെങ്കിലും ഇവർ കാണാൻ പാടില്ല. അപ്പൊ ഒരാള് നമുക്ക് ബോർഡിന്റെ അടുത്ത് നിർത്താം. അത് ബരണെന്ന് കേട്ടോ, നമുക്ക് മാറ്റി മാറ്റി നിർത്താം അവിടെ. പിന്നെ ഒരാള് അവന്റെ ബാക്കിലായിട്ട്, ഏറ്റവും പറകിലായിട്ട് ഞാൻ. ഇനി നമ്മളിതാ ഇവിടെ വരയ്ക്കുന്ന ചിത്രം ഇവര് കൂടെ പാസ് ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ ഏത് രൂപത്തിലാണെന്ന് നമുക്ക് നോക്കണം. ഈ ഒരു ചിത്രമാണ് നമ്മള് മഹേഷ ഈ നേരത്തെ കണ്ട ചിത്രം കേട്ടോ നമ്മൾ ആദ്യം വരയ്ക്കണത്. ഈ ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. തുടങ്ങാം. ഒന്ന് വിരിഞ്ഞ് നിൽക്കും. വരയ്ക്കട്ടെ. ഇതൊന്ന് കൂനൻ്റെ പോലെ നിൽക്കും. അപ്പം നമ്മൾ വരയ്ക്കാൻ തുടങ്ങിട്ടാ. വരയ്ക്കൂട്ടോ. നിങ്ങൾക്ക് ഒന്നിന് വരയ്ക്കും പറ്റും. അങ്ങനെ അതിൻ്റെ മോളിൽ കൂടെ ഒന്നുകൂടി വരച്ച് എന്ത് ചിത്രം ഇതുവരെ ശരിയാണ്. ഇതുവരെ വളരെ ശരിയാണ്. ഇതെന്താ ചിന്തി തവണയായിട്ട് അതൊക്കെ പറ്റും. വരയ്ക്കുക. മുത് ലാസ്റ്റ് വരട്ടെ. കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരെന്ത് ചിത്രം വരച്ചെന്നൊന്ന് നോക്കി നോക്കാം. നമ്മൾ വരച്ചത് ഇതാട്ടോ. സർപ്രൈസ് ആണ്. അപ്പൊ മഹേഷ് വരച്ച ചിത്രം ഇതാണ്, അനന്ത് വരച്ച ചിത്രം. അപ്പൊ എന്ത് ചിത്രമാണ് നിങ്ങൾക്ക് വരയ്ക്കുമ്പോ ഫീൽ ആയത്? എനിക്കൊരു ചിത്രശലഭത്തിനെ വരയ്ക്കണം. അതാണോ ഇത്? ഇതാണ്. പക്ഷെ വരച്ചത് എങ്ങനെയാണല്ലോ. എന്താ മതി ഒച്ച. ഒച്ചാണ് ഒരു ഒച്ചിന്റെ സാമ്യം ഉണ്ട് സംഭവം അല്ലേ? അപ്പൊ നമ്മൾ വരച്ച ചിത്രം ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ വരച്ച ചിത്രം കേട്ടോ. ചിത്ര ചിലപ്പോ നീ പറഞ്ഞോണ്ട് ചിത്രശലഭത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനല്ല, കൊമ്പുണ്ട്, എല്ലാം ഉണ്ട് ഇതില്. അവിടെ മുടിയായിട്ട് കിടക്കണമെന്നില്ല. ചിത്രങ്ങളായി. അപ്പൊ നമ്മളിത് രണ്ടാമതായിട്ട് ഒരു സിമ്പിൾ ചിത്രം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്താട്ടോ വരയ്ക്കട്ടെ? റെഡി ഞങ്ങള്? ഞാൻ വരയ്ക്കാൻ പോവാട്ടോ. വരച്ചു. സിമ്പിൾ ചിത്രമാണ്. ഒന്നിനും വരയ്ക്കണ വരച്ചോ? വരച്ചു. ഇജ്ജ് വരക്കണില്ലേ? വരച്ച് അടുത്ത് വരയ്ക്കട്ടെ. എന്താ വരയ്ക്കുക? കേട്ടോ. ഒന്നുകൂടി വരയ്ക്കൂ. ഇത് സിമ്പിൾ. കഴിവുമ്പത്തിനും കാണിക്കാൻ പറ്റും. എപ്പോഴും എല്ലാവർക്കും കഴിവ് മൊത്തം കാണിക്കാൻ പറ്റും. അതാണ് എന്റെ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചിത്രം തീർന്നിട്ടുണ്ട്. ഇതില് ഇവർക്ക് സംഭവം എന്താന്നുള്ളത് പിടികിട്ടിട്ടുണ്ട്. ഇതാണ്ട ഇവന് നേരെ സംഭവം പിടികിട്ടിട്ട. ഇവന് അവസാനമായപ്പോ എവിടെ എന്തൊക്കെയാ പിടികിട്ടിട്ട് കണ്ടോ. ഇപ്പൊ ഞാൻ കയ്യിൽ നിന്ന് ഇറക്കി. മഹേഷേ എന്താ ഉദ്ദേശിച്ചത്? ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര, ജാവയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പായലാണ്. ഇത്ര സിമ്പിളായിരുന്നു. ഇവന്റെ കുറച്ചും കൂടി ഇതൊന്ന് വ്യത്യസ്തമായ ഒരു പൂവാണ്. അവൻ്റെതായ ഭാവനയിൽ അവൻ കുറച്ച് ഡീറ്റെയിലിംഗ് ഡീറ്റെയിൽ എന്തെങ്കിലും കൂടി ചെറിയൊരു രൂപൊക്കെ വന്നു. അപ്പൊ നമ്മുടെ ചാലഞ്ചിന് റെഡി ആയിട്ട് ഇതാ വേറൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്.
ഒരു ചെറിയ ചലഞ്ച് കേട്ടോ, ചെറിയ ആളെ വെച്ചിട്ട് എൻ്റെ മുതുകോട്ട് കൂടി വരച്ചേക്ക് എന്താ വരയ്ക്കുന്നത് ഇതിനേക്കാളി അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോഴേ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ വരച്ചോട്ടോ. കേട്ടോ വരയ്ക്കട്ടെ. ഇവിടെ വരയ്ക്കട്ടോ. ആ കഴിഞ്ഞു കഴിഞ്ഞു. ഈ ചിത്രം കണ്ടു. അപ്പൊ നമ്മള് വരച്ച ചിത്രം എന്താട്ടോ അതേപോലെ വരച്ചല്ലോ മോടിക്കത്. മോടിക്കേട്ടോ മഹേഷേ അതേപോലെ വരച്ചേ. ഇതേപോലത്തെ ചിത്രം പോലെ വന്നിട്ടുണ്ട്. അത് നോക്കിട്ടല്ല വരച്ചോളൂ. അപ്പൊ എന്തായാലും ഇവളുടെ ചിത്രം കേട്ടോ അതിൽ അടിപൊളിയായത്. നമ്മൾ വരച്ച അതേപോലെ എനിക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. മഹേഷ് ഇതൊക്കെ എന്താ കാട്ടിയത് പെട്ടെന്ന് പിടിയിട്ടില്ല. എന്നെ ഞാൻ പിടിച്ചേരെ. എന്തായാലും സൂപ്പർ കേട്ടോ ചിത്രം. ഇത് ചേർന്നാണ് ഒരു താറാവിനകത്ത് താറാവിനകത്ത് താറാവിനാണ് ഈ വരച്ച് സിമ്പിളായിട്ട് താറാവിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഈ പറഞ്ഞോട് കണ്ടാ കുട്ടി വരച്ചോളൂ. അങ്ങനെ അങ്ങനെ വെള്ളം കുറച്ച് പഠിക്കാനും പറ്റി. കൊച്ചുകളി കൊണ്ടുവരും. അടിപൊളി. അങ്ങനെ നമ്മുടെ ചലഞ്ച് വീഡിയോ തീർന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഇതാ ഇവര് രണ്ടാളും വരച്ചിട്ടോ. ഇപ്പം എത്ര വെറുതെ പറഞ്ഞാണ് അവനും നന്നായിട്ട് വരച്ചു. അതെ ഇവളാട്ടോ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. നമ്മൾ വരച്ച അതേപോലെ തന്നെ ബോർഡിലേക്ക് വരച്ചു. മിടിക്കാൻ തയ്യ ഇവന്റെ അനിയത്തി കേട്ടോ അത്. ഇവളുടെ പേര് ദായു അനന്തു അല്ലേ. ഇവന്റെ മുടി കണ്ട ചിലപ്പോൾ പെണ്ണാന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇവന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞത്. അപ്പൊ അവൻ അങ്ങനെ മുടി വളർത്തുന്നതിനൊരു കാരണമുണ്ട്. അവൻ ക്യാൻസർ രോഗികൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ മുടി ഇത്രയും ലോങ്ങിൽ വളർത്തിയിട്ടുണ്ടായിട്ടുള്ളത്. ഒന്ന് കാണിച്ചു കൊടുക്കണ മുടി കണ്ടോ. ഇത് ഇത്ര നീളത്തിൽ വളർത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.